ഹലോ എവരിവൺ. ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന DHIC ഫ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് DHIC സെക്കൻഡ് ഇയറിലെ പേപ്പർ 2 ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷനിലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. എന്താണ് കമ്മ്യൂണിക്കേഷൻ? അതിൻ്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഓർ ഷെയറിംഗ് ഇൻഫർമേഷൻ, ഐഡിയാസ്, ഫീലിംഗ്സ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് എന്താ? അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്യുക. ഷെയറിംഗ് ആണ് അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്. അതായത് അവരുടെ ഐഡിയാസോ ഫീലിങ്സോ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സിമ്പിളി എന്ത്? കമ്മ്യൂണിക്കേഷൻ. അതിനാൽ നമ്മൾ താഴോട്ട് തന്നെ കണ്ടോ, ഇറ്റ് ഈസ് ദി ഷെയറിംഗ് ഓഫ് ഫീലിങ്സ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. നമ്മൾ പറഞ്ഞിട്ട് രണ്ട് ആൾക്കാർ തമ്മിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തമ്മിലോ ആ ഒരു നമ്മുടെ ഐഡിയാസ് ഇൻഫർമേഷനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ. ഇതിന് ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ്? ആ സിസ്റ്റം എന്താണ്? സിമ്പിൾസ് ഉപയോഗിക്കാം, സയൻസ് ഉപയോഗിക്കാം. ഇതിന്റെയൊക്കെ മെയിൻ എയിം എന്താണ്? അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് പറയുന്ന എന്താ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. സിമ്പിൾസ് ഉപയോഗിക്കാം, സയൻസ് ഉപയോഗിക്കാം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ റെഡ് കത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വണ്ടി നിർത്തും. അതേസമയം അവിടെ പച്ചയാണെങ്കിലോ നമ്മൾ അപ്പം വണ്ടി മുമ്പിലോട്ട് കൊണ്ടുപോകും. അപ്പൊ അത് സിമ്പിളായിട്ട് പറഞ്ഞ സൈനാണ്. അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സൈനാണ്. ഇത്രയും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഡെഫിനിഷനിൽ നിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ഓരോ നോട്ട്സോ ഓരോ ടെക്സ്റ്റോ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പല ഡെഫിനിഷൻ ആയിരിക്കും ഉണ്ടാവും. അതിലെ വൺ ഓഫ് ദി ഡെഫിനിഷൻ ആണ് ഇത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. എനിക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ഉള്ളൊരു മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു ഡെഫിനിഷനാണ് ഇതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വേർഡ് ഏത് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്, അതുപോലെ അത് ഏത് ഭാഷയിലുള്ള വേർഡാണ്. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് കമ്മ്യൂൺ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. അതൊരു ലാറ്റിൻ വേർഡാണ്. ലാറ്റിൻ വേർഡായിട്ടുള്ള കമ്മ്യൂൺ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താണ്? ടു ഷെയർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കമ്മ്യൂണിക്കേഷനിലെ മേജർ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ് കമ്മ്യൂണിക്കേഷനെ പറ്റി ചോദിച്ചാൽ എന്താണ്? ഷെയറിങ്. എന്ത്? ഷെയറിങ് ഓഫ് ഇൻഫർമേഷൻ അഥവാ ഫാക്ട് അല്ലെങ്കിൽ ഐഡിയാസ് ഷെയർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ കമ്മ്യൂണിക്കേഷനെ പറ്റി. നമ്മളിപ്പോൾ ഓരോ ടെക്സ്റ്റ് നോക്കിയാലും ഡെഫിനിഷന് പല പല വ്യത്യാസങ്ങളുണ്ടാവും. ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് തന്നേക്കുന്നത്. താഴത്തെ ഈ വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യനോട് ഒന്ന് നോക്കുക. നമുക്ക് ഇതിനകത്ത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എസ്സേ ഏതാണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ധാരാളം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് DHIC ഉണ്ടായിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഞാൻ എസ്സേ DHIC എക്സാമിന് വന്നിട്ടുള്ള വർഷങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. 2015, 2016, 17, 18, 21, 23 ഏകദേശം 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിൽ 6ലും എസ്സേ ആയിട്ട് വന്നിട്ടുള്ള ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അഥവാ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അഥവാ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കമ്മ്യൂണിക്കേഷൻ. ഈ 3 ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചോദിക്കുന്ന എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതാണെന്നായിരിക്കും, ചിലപ്പോൾ ചോദിക്കുന്ന പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതാണെന്നായിരിക്കും, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കമ്മ്യൂണിക്കേഷൻ ഏതാണെന്നായിരിക്കും. ഏത് ചോദിച്ചാലും നമുക്ക് ഒരു ഒറ്റ ഉത്തരം എഴുതാവുള്ളൂ. ഏതാണ്? നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ എല്ലാവരും കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ ആദ്യമേ തന്നെ പഠിക്കുന്നത് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കുന്നുള്ള ഒരു പ്രോസസ് പറയുന്നത് ഏതാ? സെൻഡർ, മെസ്സേജ്, എൻകോഡിംഗ്, ചാനൽ, റിസീവർ, ഡീകോഡിംഗ്, ഫീഡ്ബാക്ക്. ഇതാണ് അതിന്റെ മേജർ കണ്ടന്റ്. ഇനി നമുക്ക് എങ്ങനെ എക്സാം എഴുതാമെന്ന് ആലോചിക്കാം. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ ആദ്യമേ എങ്ങനെ എക്സാം എഴുതണം? നിങ്ങൾ ഫസ്റ്റ് എന്ത് എഴുതും? ആദ്യമേ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഡെഫിനിഷൻ എഴുതാം. ഏത് ഡെഫിനിഷൻ അങ്ങ് എഴുതുന്നു. രണ്ടാമത് വന്നിട്ട് നേരെ താഴോട്ട് ആദ്യമേ സെൻഡർ, പിന്നെ മെസ്സേജ്, പിന്നെ എൻകോഡിംഗ്. ഇതിന്റെ പേര് മാത്രം ഇപ്പം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു പേര് മാത്രം എഴുതിയാൽ മതി. ഇത് താഴോട്ട് എഴുതുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താ? ആ പേജ് എന്ന് പറയും. നിങ്ങൾ DHICയുടെ എക്സാം എഴുതുന്ന പേപ്പർ കണ്ടാൽ മനസ്സിലാവും. സാധാരണ നമ്മൾ മറ്റേ വരയിട്ട വലിയ പേപ്പറിനെ അല്ലെങ്കിൽ A4 സൈസ് പേപ്പറിനെ കാട്ടി കുറച്ചുകൂടി ചെറുതാണ് വരയിട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മൾ അതിനകത്ത് ലൈൻസ് മാക്സിമം യൂസ് ചെയ്താൽ പേപ്പർ അത്യാവശ്യം നിറയും. ഏകദേശം ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 1.5 to 2 പേജാണ് സാധാരണ എഴുതാറുള്ളത്. ഒരു പേജ് എഴുതിയാലും അത്യാവശ്യം നിറയുന്നാലും 1.5 പേജ് to 2 പേജ് എഴുതിയാൽ എന്തായാലും കൺഫേം ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എസ്സേ ആണെങ്കിൽ ഒരു 4 പേജ് വരെ എഴുതിയാൽ അത്രയും നല്ലതായിരിക്കും. 4 to 5 പേജ് ഒക്കെ എഴുതിയാൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു 5 പേജിന്റെ 4 പേജ് നിറയ്ക്കേണ്ടി വരുമ്പോൾ നമുക്ക് അതിനു വേണ്ടിയുള്ള കണ്ടന്റ് ഇല്ലെങ്കിൽ പോയി നമ്മൾ ഇങ്ങനത്തെ അതായത് വെറുതെ ആവശ്യമില്ലാതെ കുറെ ഗ്യാസ് അഥവാ എയർ ചുമ്മാ നമ്മൾ അടിച്ചു വെക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് ഇങ്ങനത്തെ മാക്സിമം നല്ല നല്ല പോയിന്റ്സ് അല്ലെങ്കിൽ എന്താ പിൻ പോയിന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ എലാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്താ അത് നമുക്ക് ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് ഇത്രയും നേരെ താഴോട്ട് 7 പോയിന്റ് ആയിട്ട് നമ്പർ ഇട്ട് എഴുതി എല്ലാത്തിനും ഒരു അണ്ടർലൈൻ ഒക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ എന്താ ഒന്നേന്ന് പറഞ്ഞ് ഓരോന്നിടത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങും. അപ്പൊ ആദ്യമേ നമ്മൾ ഏത് നോക്കാം? സെന്റർ എന്താ നോക്കാം. സെൻഡർ നമ്മുടെ ആ പേരിൽ തന്നെ ഉണ്ട്, സെൻഡ് ചെയ്യുന്ന ആൾ. നമ്മുടെ എന്താ
പുലിവാൽ കല്യാണം എന്നുള്ള സിനിമ എല്ലാവരും കണ്ടോണ്ടിരിക്കും. എന്നാൽ സലീം കുമാർ ബോംബെയിൽ പെട്ടിയിരിക്കുമ്പോൾ ഒരു വിളി വിളിക്കും, ആരെ, ജയസൂര്യ കേരളത്തിൽ ഇരിക്കുന്നത്. പുള്ളി എന്താണ്, പുള്ളിയുടെ അവിടുത്തെ അവസ്ഥ ഇങ്ങോട്ട് സെൻഡ് ചെയ്യുക, കേരളത്തിലോട്ട് സെൻഡ് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് സലീം കുമാറിന്റെ സെൻറ്റർ ആയിട്ട് എടുക്കാം. പുള്ളി അപ്പൊ എന്താണ് അവിടെ ചെയ്യുന്നത്? ഡെഫിനിഷൻ എന്താണ്? എ പേഴ്സൺ ഹു ഇന്റന്റ് ടു കൺവേ ദി മെസ്സേജ് വിത്ത് ദി ഇന്റൻഷൻ ഓഫ് പാസിംഗ് ഇൻഫർമേഷൻ ആൻഡ് ഐഡിയ ടു അതർ. അവിടെ എന്താ സലീം കുമാർ ചെയ്യുന്നത്? സലീം കുമാർ അയാളുടെ വിഷമം അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ്, എന്താ, അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ, ആ വിഷമം അല്ലെങ്കിൽ പുള്ളിയുടെ പൈസ എല്ലാം പോയി എന്നുള്ള ഒരു ഇൻഫർമേഷൻ കേരളത്തിലുള്ള നമ്മുടെ ജയസൂര്യയോട് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ആ പുള്ളി അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുള്ളി അവിടെ ഒരു സെന്ററായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ സെന്ററിന്റെ മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? സെന്ററിന്റെ മറ്റ് പേരുകൾ കമ്മ്യൂണിക്കേറ്റർ അഥവാ സോഴ്സ്. അപ്പൊ ഇത് നമുക്ക് 2 മാർക്കിനായിട്ട് ചോദിക്കാം. സെന്ററിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ സെന്ററിന്റെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വേണേ വരാം. അല്ലെ കമ്മ്യൂണിക്കേറ്റർ എന്താന്ന് വരാം, അല്ലെ സോഴ്സ് എന്താന്ന് വരാം, അല്ലെങ്കിൽ നമ്മുടെ 1 വേർഡിനകത്ത് നെയിം ദി ഫോളോയിങ് അനദർ നെയിം ഓഫ് സെന്റർ എന്താണ്. അപ്പൊ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഈ 3 വേർഡും നോക്കി വെക്കുക. ഇതെല്ലാം സെന്ററിന്റെ വേറെ നെയിംസ് ആണ്. അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു പോയിന്റ് ഉണ്ട്. എന്ത്, ഇപ്പൊ ഇങ്ങനെ നമ്പറല്ലോ ആദ്യമേ നമ്മൾ നിരത്തി ആ 7 പോയിന്റ് എഴുതും. അതിന് ഓരോന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ സെന്റർ എന്ന് പറഞ്ഞ് എഴുതി നമുക്കൊരു 3-4 പോയിന്റ് എഴുതിയാൽ മതി. എക്സാമ്പിൾ എഴുതാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളതാണെങ്കിൽ ആ എക്സാമ്പിളോട് എഴുതുക. അങ്ങനെ എല്ലാം ഒരു 3-4 പോയിന്റ് എഴുതി ലാസ്റ്റ് നമ്മുടെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, അതുകൂടെ വരച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ടൊരു എസ്സേക്ക് ഏറ്റവും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് സെക്കൻഡ് പോയിന്റ് നോക്കാം. എന്താണ്? ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ദി സെന്റർ ഷുഡ് ഹാവ് എ ക്ലിയർ ഒബ്ജക്റ്റീവ്, നോ ദി റിസീവർ, ദെയർ ലാംഗ്വേജ് ആൻഡ് നീഡ്സ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് വേണം എന്താണ്? നീഡ്സ്. അതായത് സിമ്പിൾ ആയിട്ട് നമ്മൾ എല്ലാവരും ഈ കോഴ്സ് പഠിക്കുന്ന ഒരു JHI അഥവാ ഹെൽത്ത് ഇൻസ്പെക്ടർ ആവാനാണ്. നമ്മുടെ അപ്പം മെയിൻ ആയിട്ടുള്ള എയിം എന്താ? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു 70 വയസ്സുള്ള ഒരു അമ്മൂമ്മ എടുത്ത് എന്നിട്ട് കോൺട്രാസെപ്റ്റീവിന്റെ യൂസ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ? അത് അവരുടെ ആവശ്യതയല്ല. നമ്മളൊരു എലിജിബിൾ കപ്പിളിനോടാണ് അതിന്റെ കാര്യം പറയേണ്ടത്. അപ്പം ഒരാളുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് നമുക്ക് അവർക്ക് ആവശ്യം എന്താണെന്നനുസരിച്ച് നമ്മൾ വേണം അവരോട് സംസാരിക്കാൻ. അപ്പോൾ ഒരു സെന്ററിന് ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് വേണം. അതുപോലെ തന്നെ റിസീവറിനെ അറിയണം, റിസീവറിന്റെ നോളജ് അറിയണം. ഇപ്പൊ നമ്മളൊരു 10ാം ക്ലാസ് വരെയുള്ള ഒരാളുടെ അടുത്ത് എന്നിട്ട് മരുന്നുകളുടെ കെമിക്കൽ നെയിം പറയേണ്ട ഒരു കാര്യമില്ല. അയാളുടെ ലാംഗ്വേജ് അറിയണം. അയാൾക്ക് നമ്മളിപ്പോൾ കർണാടക കേരള ബോർഡർ ഇല്ലെങ്കിൽ തമിഴ്നാട് കേരള ബോർഡറിലൊക്കെ ഉള്ളിടത്ത് ഇങ്ങനെ ഒരു ഭാഷ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അതുപോലെ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മൾ ആ ഭാഷ അനുസരിച്ച് സംസാരിക്കണം. അതുപോലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് അവരുടെ നീഡ്. ഇത്രയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സെന്ററിലുള്ളത്. ഈ 3 പോയിന്റ്സ് എഴുതി എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ സെന്റർ എന്നുള്ള ഏരിയ കഴിഞ്ഞു. നമുക്ക് നേരെ അടുത്തതിലോട്ട് പോകാം. അടുത്തയാണ് അതിന്റെ മെയിൻ, നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ ഒരു കോർ ഭാഗമാണ് മെസ്സേജ് എന്ന് പറയുന്നത്. അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഹാർട്ട് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഹാർട്ട് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ? എന്താണ്? മെസ്സേജ് ഈസ് നോൺ ആസ് ദി ഹാർട്ട് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പറ്റുമെങ്കിൽ ഞാൻ ഈ പറയുന്ന ക്ലാസ് നിങ്ങൾ റെക്കോർഡായിട്ട് ആയിരിക്കും അവൈലബിൾ ആവുന്നത്. അപ്പോൾ എന്നാലും ഈ ക്ലാസ് ചെയ്യുന്നത് നിങ്ങൾ നോട്ട്സ് ആയിട്ട് സിമ്പിൾ ആയിട്ട് എഴുതി പോയാൽ നിങ്ങൾക്ക് പരീക്ഷയുടെ സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിലോ അല്ലെങ്കിൽ കോളേജിലോ തന്നെ വലിയ നോട്ട്സ് എടുത്ത് വെച്ച് വായിക്കുന്നതിന് വരെ മിനി നോട്ട്സ് എടുത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് റിവൈസ് ചെയ്ത് പോയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതായത് 5 മാർക്കായിട്ട് എസ് ആയിട്ടോ വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് മെസ്സേജിന്റെ സെക്കൻഡ് പോയിന്റ്? ഇറ്റ് ഈസ് ദി കണ്ടന്റ് ദി സെൻഡർ വാണ്ട്സ് ടു കൺവേ ടു ദി റിസീവർ. എന്താണെന്നോ നമ്മുടെ നേരത്തെ പറഞ്ഞു വിട്ട് സലീം കുമാറിന് പുള്ളിയുടെ സങ്കടമായിരുന്നു, പൈസ പോയി എന്നുള്ള കാര്യമാണ് ഇവിടെ അറിയിക്കേണ്ടത്. അപ്പോൾ പുള്ളി കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താ? പുള്ളിയുടെ കണ്ടന്റ് ആണ്. അത് ആ പറയേണ്ട രീതിയിൽ പുള്ളി റിസീവറിലേക്ക് എത്തിക്കുന്ന കണ്ടന്റ്, ആ ഒരു മെസ്സേജ് ആണ്. സോറി, ആ കണ്ടന്റ് പറയുന്ന പേരാണ് എന്ത്? മെസ്സേജ്. അപ്പൊ അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്താണ്? ട്രാൻസ്മിറ്റിംഗ് ദി റൈറ്റ് മെസ്സേജ് ടു ദി റൈറ്റ് പീപ്പിൾ അറ്റ് ദി റൈറ്റ് ടൈം ഇസ് എ ക്രൂഷ്യൽ ഫാക്ടർ ഓഫ് സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മളൊരാൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത, അത് നമ്മൾ ആ പുള്ളിയുടെ അടക്ക് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മളൊരാളെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതൊക്കെയാണ്, അതായത് ഒരു റൈറ്റ് മെസ്സേജ് റൈറ്റ് ആളോട് റൈറ്റ് സമയത്ത് പറയുന്നത് ആ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആവാനായിട്ടൊരു കീ പോയിന്റ് ആണ്. അപ്പൊ മെസ്സേജിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇത് 2 പോയിന്റ് നിങ്ങൾക്ക് എക്സ്ട്രാ കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് എഴുതിയ ധാരാളം, ഇത്ര എഴുതിയാൽ മതി നമ്മൾ പരീക്ഷയ്ക്ക്. അപ്പോൾ അടുത്ത നോക്കിയേ, അടുത്ത പ്രോസസ് ആണ് എൻകോഡിങ്. ഞാൻ ഇത് എന്താ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ട്രെയിനിങ് സ്കൂളിലെ നോട്ട്സ് വെച്ചായിരുന്നു. അത് കുറച്ച് എലാബറേറ്റ് ആയിട്ട് വലിയ നോട്ടാണ് എൻകോഡിങ് എടുക്കുന്നത്. അത് വായിച്ച് നമുക്ക് വളരെ കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. അത് സിമ്പിൾ ആയിട്ട് നിങ്ങളൊരു കഥയിലൂടെ പറയാം. തട്ടത്തിമറയത്ത് കാണാത്ത മലയാളികൾ റെയർ ആയിരിക്കും ഉണ്ടാവുക. കണ്ടില്ലെങ്കിൽ അറിയത്തില്ലെങ്കിൽ കണ്ടു നോക്കുക. നല്ല സൂപ്പർ സിനിമയാണ്. അപ്പം ആ സിനിമയ്ക്ക് അതെന്താ, നിവിൻ പോളിക്ക് ഐഷ എന്ന് പറയുന്ന തന്റെ ലവറിനോട് നേരിട്ട് ലെറ്റർ എഴുതി കൊടുക്കാൻ പറ്റില്ല. കാരണം വേറെ ആരെങ്കിലും വായിച്ചാൽ പ്രശ്നമാവും, രഹസ്യമായിട്ടുള്ള റിലേഷൻ ആണ്. അപ്പൊ അവിടെ എന്താ ചെയ്തത്? സ്റ്റെൻസിൽ നിന്നുള്ള ഈ ഒരു സ്കെയിൽ കണ്ടല്ലേ, ഇതിനകത്ത് ധാരാളം ഷേപ്സ് ഉണ്ട്. റെക്ടാങ്കിൾ, ട്രയാങ്കിൾ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്. അതിനെയൊക്കെ ഓരോരോ ലെറ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഓരോരോ സിമ്പിൾസ് ആയിട്ട് എൻകോഡ് ചെയ്തേക്കുവാണ്. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ആ ലെറ്ററിന് പകരം ഈ സിമ്പിൾസ് യൂസ് ചെയ്തു. അങ്ങനെ അതൊരു സെന്റൻസ് പോലെ സിമ്പിൾസ് യൂസ് ചെയ്ത് എഴുതി അത് നമ്മുടെ ഐഷ എന്നുള്ള നിവിൻ പോളിയുടെ ലവറിന് കൊടുക്കുന്നു. ആ രീതിയിലാണ് ആ സിനിമയ്ക്കകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതാണ് സിമ്പിളി പറഞ്ഞ എൻകോഡിങ്. എൻകോഡിങ് എന്താ? നീ ആ ഡെഫിനേഷൻ നോക്കിയേ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും.
എന്താ കൺവേർഷൻ ഓഫ് ദി സബ്ജക്റ്റീവ് മാറ്റർ ഇൻ ടു സിമ്പിൾസ്. ഞാൻ പറഞ്ഞില്ലേ എന്താണോ പറയേണ്ടത് സിമ്പിൾസ് ആക്കി. സിമ്പിൾസ് ഫോം സച്ച് ആസ് വേർഡ്. ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത് ഇവിടെ പറയുന്നത് വേർഡ്സ്, ഗെസ്റ്റേഴ്സ്, ഇമേജസ് ടു ബി ട്രാൻസ്മിറ്റഡ് ആസ് എ മെസ്സേജ് ഈസ് ദി പ്രോസസ് ഓഫ് എൻകോഡിങ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എന്താണ് എൻകോഡിങ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇറ്റ് ഈസ് സിംബോളിക് ഫോം, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് മാറ്ററിനെ ഒരു സിംബോളിക് ഫോമിലേക്ക് മാറ്റി ആ റിസീവറിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ് പറഞ്ഞ പേരാണ് എൻകോഡിങ്. ഈ ഒരു കഥ ഓർത്താൽ ഈ ഡെഫിനേഷൻ ഒരിക്കലും മറക്കില്ല. ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പഠിച്ചത് കോളേജ് പഠിക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കഥ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൻകോഡിങ് ഒരിക്കലും മറക്കില്ല. നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. അടുത്ത ഏതാ? 3 കഴിഞ്ഞ് 7 3 സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. അടുത്ത എന്താ? ചാനൽ. ചാനൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി വേ ഓർ ദി മോഡ് ദി മെസ്സേജ് ഫ്ലോസ്. മെസ്സേജ് ഇതുവഴിയാണോ പോകുന്നത്? ഇപ്പൊ നേരത്തെ നമ്മൾ ആദ്യമേ പറഞ്ഞ സിനിമ പുലിവാൽ കല്യാണത്തിലെ സീൻ പറഞ്ഞായിരുന്നു, സലീം കുമാർ വിളിക്കുന്നത്. അവിടെ എന്താ ചാനൽ? ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ അവിടുത്തെ ചാനൽ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ടെലിഫോൺ വഴിയാണ്. അപ്പൊ ചാനൽ ഏതാണ്? ടെലിഫോൺ ആണ് അവിടുത്തെ ചാനൽ. അടുത്ത പോയിന്റ് എന്താന്ന് നോക്കുമ്പോൾ എന്താണ്? ദി മെസ്സേജ് ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ എ ചാനൽ ദാറ്റ് ലിങ്ക്സ് ദി സെൻഡർ ആൻഡ് റിസീവർ. ഞാൻ ഈ പറഞ്ഞ സീനിനകത്ത് നമ്മുടെ ജയസൂര്യയും സലീം കുമാറും നമ്മൾ അങ്ങനെ ഒരു എക്സാമ്പിൾ വഴി ഓർത്താൽ ഈ സംഭവം മറക്കില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡെഡ് ടോപ്പിക്കാണ്. പക്ഷെ അത് ഇതുപോലെ ഒരു എക്സാമ്പിൾ വഴി, ഒരു കഥ വഴി ഓർത്താൽ നിങ്ങൾ അത് മറക്കില്ല. കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഉള്ള ടോപ്പിക്കിനകത്ത്. അപ്പൊ ഇതിനകത്ത് നോക്കിയേ, ഇവർ തമ്മിൽ സംസാരിക്കുന്നില്ല. ഇവർ തമ്മിലുള്ള ലിങ്ക്, സെൻഡറും റിസീവറും തമ്മിലുള്ള ലിങ്ക് എന്ത് വഴിയാണ്? ഈ ചാനൽ വഴിയാണ് ലിങ്ക് ഉള്ളത്. അടുത്ത 3ാമത്തെ പോയിന്റോ, മെസ്സേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഓറൽ ആയിരിക്കാം അല്ലെങ്കിൽ റിട്ടേൺ ആയിരിക്കാം. 2 ടൈപ്പിലുണ്ട്. എന്തൊക്കെയുണ്ട്? മെസ്സേജ് ഇല്ല, 2 ടൈപ്പ് അല്ല. മെസ്സേജ് എങ്ങനെയൊക്കെ നടക്കാം? ഓറൽ ആയിട്ട് നടക്കാം, റിട്ടേൺ ആയിട്ട് നടക്കാം. അത് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാം? റിട്ടേൺ ആയിട്ടുള്ള നമുക്ക് ലെറ്റർ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ഒരു ഫാക്സ് ചെയ്യാം. അതേസമയം ഓറൽ ആയിട്ടുള്ളതോ നമുക്ക് ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ നമുക്ക് ഓഡിയോ ആയിട്ടോ അല്ലെങ്കിൽ മ്യൂസിക് ആയിട്ടോ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതത്രേ ഉള്ളൂ. അത് നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ ഈ പറയുന്ന കുറച്ച് തള്ളുന്ന കാര്യം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് വായിച്ച് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് കുറച്ച് പോയിന്റ്സ് എഴുതുക. മെയിൻ ആയിട്ട് ആദ്യമേ ഞാൻ ഇട്ട് നിങ്ങളുടെ പോയിന്റ്സ് നിങ്ങൾ എഴുതി അത് കുറച്ച് അണ്ടർലൈൻ ചെയ്ത്, ഇമ്പോർട്ടന്റ് വേർഡ്സ് കുറച്ച് അണ്ടർലൈൻ ചെയ്ത് ബാക്കി ഇങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കൂടെ എഴുതുക. ജസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് എഴുതുന്നതിന് പകരം പോയിന്റ് ആയിട്ട് ഇട്ട് മാക്സിമം എഴുതാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് പോയിന്റ് എന്താ? ഇതിന്റെ അഡ്വാൻറ്റേജ്. നമുക്കിപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ചാനൽ 2 ടൈപ്പിലുണ്ട്. മാസും ഉണ്ട്. മാസായിട്ടുള്ള ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം നിങ്ങളോട് പറയണമെങ്കിൽ എനിക്ക് ഒരാളെ വിളിച്ച് ഇന്റർപേഴ്സണൽ ആയിട്ട് അടുത്ത് നിന്ന് കാര്യം സംസാരിക്കുക. അതുപോലെ ഒരു കൂട്ടത്തിനടുത്ത് നിർത്തി എല്ലാവരെയും കൂടെ കേൾക്കുന്ന രീതിയിൽ ഉറക്കെ സംസാരിക്കാം. അപ്പൊ അവിടെ അത് പ്രൈവസി വേണ്ട ഒരു കാര്യമാണെങ്കിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. എന്ത്? മാസായിട്ട് നമ്മൾ പറയുന്നത് അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതേസമയം നമുക്ക് എല്ലാവരെയും പെട്ടെന്ന് അറിയിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അങ്ങനെ എന്ന് പറയുന്നതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ നമുക്ക് ഈ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഉണ്ടാവാം, ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവാം. അതുപോലെ തന്നെ എന്തുണ്ട്? ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാം, അവൈലബിലിറ്റി ആൻഡ് ഡിമാൻഡ് ഓഫ് ദി സിറ്റുവേഷൻ. എന്താണ് സിറ്റുവേഷന്റെ അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ചെലവോ അല്ലെങ്കിൽ അതിന്റെ അവൈലബിലിറ്റിയോ, അതെല്ലാം ഓരോ ചാനലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇത് ഇത്രയാണ് ചാനലിലുള്ളത്. ഇപ്പൊ 4 പോയിന്റ് കഴിഞ്ഞ് നമുക്ക് ഇനി 5ാമത്തെ പോയിന്റിലേക്ക് പോവാം. 5ാമത്തെ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ റിസീവർ. അവിടെ സലീം കുമാർ ഇത്ര നേരം നമ്മൾ ഫോൺ വിളിക്കും ആരെ? നമ്മുടെ ജയറാമിനെ. സോറി, ജയറാമല്ല, ജയസൂര്യ. അപ്പം ഇനി നമുക്ക് ജയസൂര്യയെ പറ്റി പറയാം. റിസീവർ എന്ന് പറഞ്ഞാൽ ആരാണ്? റിസീവർ എന്ന് പറഞ്ഞാൽ ഒരാളാവാം, ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആവാം, അല്ലെങ്കിൽ ഒരു മാസ് ഒരു വലിയ, ഇപ്പൊ നമ്മളൊരു കൺസേർട്ട് നടക്കുവാണ്, ഇതിനൊരു കൺസേർട്ട് നടക്കുവാണ്. അപ്പോൾ അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ അവരെല്ലാവരും റിസീവറാണ്. അവിടെ ഒരു സെന്റർ ഉള്ളെങ്കിലും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കാം റിസീവറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു ആളെന്താ, അയാളൊരു റിസീവർ ആരൊക്കെ ആവാം? ഒരു ലിസണർ ആവാം, ഒരു റീഡർ ആവാം, ഒരു വ്യൂവർ ആവാം. ഒരു ലെറ്റർ എഴുതി കിട്ടിയ ഒരു ലെറ്റർ എഴുതിയ സെൻഡർ ഒരു ലെറ്റർ ആയിട്ട് എഴുതി കൊടുത്തെങ്കിൽ അതൊരു വായിക്കുന്ന ആള്, ആ വായിക്കുന്ന റീഡർ ഒരു റിസീവറാണ്. അതുപോലെ തന്നെ ഒരു സിനിമ നമ്മൾ സെൻഡർ അങ്ങനെ ഒരു രീതി നോക്കുവാണെങ്കിൽ അത് കാണുന്ന ഒരാൾ, ഒരു വ്യൂവർ, അതിന്റെ ഒരു റിസീവറാണ്. അപ്പം അത് നമുക്കൊരു സെക്കൻഡറി പോയിന്റ് ആയിട്ട് വെക്കാം. മെയിൻ പോയിന്റ് ആർക്കാണോ നമ്മൾ ഈ പേഴ്സൺ കത്ത് അയക്കുന്നത്, മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് അയക്കുന്നത്, വായിക്കുന്ന ആളാണ് എന്ത്? റിസീവർ. നമുക്ക് റിസീവറിനെ 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിസീവർ എന്തൊക്കെയാണ് 2 ടൈപ്പ്? കൺട്രോൾഡും ഉണ്ട്, അൺകൺട്രോൾഡും ഉണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട് തന്നെ എക്സാമ്പിൾ വഴി പറയാം. കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽഡ് ടുഗദർ ബൈ എ കോമൺ ഇൻട്രസ്റ്റ്. ഞാൻ താഴെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെയാണ് നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാർ. അവിടെ വന്നിട്ട് ഒരാളുടെ കുറ്റം പറയുക. ഒരു അമ്മച്ചി വന്നിട്ട് അമ്മച്ചിയുടെ മരുമോളുടെ 2 കുറ്റം പറഞ്ഞ് ആ കൂട്ടത്തിലുള്ള എല്ലാവരും നടി ഈ ഫോട്ടോയ്ക്കകത്തിരിക്കുന്നോട്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. എന്താ? അവർക്കൊരു കോമൺ ഇൻട്രസ്റ്റ് ആണത്. എന്താ അവിടെ സംഭവിച്ചേ, എന്താ അല്ല അപ്പുറത്തെ വീട്ടിൽ കള്ളം കയറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുമ്പോൾ കോമൺ ഇൻട്രസ്റ്റിൽ എല്ലാവരും ഒരുമിച്ച് കേട്ടോണ്ടിരിക്കും. അപ്പം അതാണ് കൺട്രോൾഡ് ഓഡിയൻസ്. കണ്ടോ, എല്ലാവരും ശ്രദ്ധിച്ച ഒരാളെ നോക്കിയിരിക്കുന്നുണ്ട് ഈ വീഡിയോക്കകത്ത്, ഈ ഫോട്ടോയ്ക്കകത്ത്.
അതാണ് കൺട്രോൾഡ് ഓഡിയൻസ്. അതായത് അവർ ഒരു കോമൺ ഇൻട്രസ്റ്റിന്റെ പുറത്താണ് ഒരുമിച്ചിരുന്നാണ്, കോമൺ ഇൻട്രസ്റ്റിന്റെ പുറത്ത് അവർ ആ സെന്റർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. അതേസമയം അൺകൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളാണ്. അതായത് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇതിപ്പം ഈ ക്ലാസ്സിന്റെ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ ഒക്കെ കണ്ട് DHIC എക്സാം വരുന്നുണ്ട് ജനുവരിയിൽ എന്ന് അറിഞ്ഞ് കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഒന്നും അറിയില്ല, ഇല്ലെങ്കിൽ എന്താ എക്സ്ട്രാ പോയിന്റ് നോക്കാം എന്ന് കരുതി വരുന്നവരായിരിക്കും. അപ്പൊ നിങ്ങളെല്ലാവരും ലിങ്ക് കണ്ട എന്താ ആ ഒരു പോട്ടീവ് ഓഫ് ക്യൂരിയോസിറ്റിയിൽ എന്താ സംഭവം, ഇതിനകത്തുള്ള ക്ലാസ് എന്താണെന്ന് അറിയാൻ വേണ്ടി വരുന്നവരായിരിക്കും. അപ്പം അതിനകത്ത് ആവശ്യം, അതായത് ഈ ക്ലാസ് മൊത്തം കണ്ട് പോയിന്റ്സ് എഴുതി നേരത്തെ പറഞ്ഞുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുന്നവരും ഉണ്ടാവും. അടിച്ചിട്ട് നോക്കാം എന്തൊക്കെയാ ക്ലാസ്, സ്ലൈഡ് എന്താ നോക്കി ഇതിനകത്ത് ജയസൂര്യൊക്കെ ഇരിക്കുന്നു, എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കേട്ട് അങ്ങനെ പോകുന്നവരും ഉണ്ടാവും. അപ്പം അൺകൺട്രോൾഡിനകത്ത് താല്പര്യം ഉള്ളവരും ഉണ്ട്, താല്പര്യം ഇല്ലാത്തവരും ഉണ്ട്. അതേസമയം കൺട്രോൾഡിനകത്തോ താല്പര്യമുള്ളവർ മാത്രമേ ഉള്ളൂ. ഇത് ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കൺട്രോൾഡും അൺകൺട്രോൾഡും. ഇത് നമ്മൾ ഈ ജസ്റ്റ് ഡെഫിനിഷൻ വായിച്ച് കാണാൻ പഠിക്കുന്നതിന് വരെ ഓരോന്നിനും ഓരോ എക്സാമ്പിൾ ഓർത്താ പിന്നെ അത് നിങ്ങൾ മറക്കില്ല. അടുത്ത എന്താ ഇന്നത്തെ വരുന്നൊരു പോയിന്റ്, ദി എക്സ്റ്റെന്റ് ടു വിച്ച് ദി റിസീവർ ഡീകോഡ്സ് ദി മെസ്സേജ് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് ഓർ ഹർ നോളജ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാളോട് എന്നിട്ട് മരുന്നിന്റെ കെമിക്കൽ നെയിമോ അങ്ങനത്തെ ഡീപ്പായിട്ടുള്ള നമ്മളിപ്പോ ഒരു മലേറിയ ഒരു ഏരിയയിൽ ഔട്ട് ബ്രേക്ക് ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മൾ മലേറിയ ആരാ കണ്ടുപിടിച്ച്, ഏത് വർഷം അത് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് കണ്ടുപിടിച്ച്, ആരാ കണ്ടുപിടിച്ചെന്ന് പറയേണ്ട കാര്യമില്ല. അവിടെ എന്താണോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ഇല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ നോളജ് എന്താണോ അതനുസരിച്ച് നമ്മൾ സംസാരിക്കണം. അതത്രേ ഉള്ളൂ റിസീവർ എന്നുള്ള പോയിന്റ്. അടുത്ത നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് ഡീകോഡിങ്. നമ്മൾ നേരത്തെ അവിടെ ഐഷയും നമ്മുടെ നിവിൻ പോളിയൊക്കെ വെച്ച് ഒരു കഥ, ഒരു സ്റ്റെൻസിൽ വെച്ച് കുറച്ച് ട്രയാങ്കിളും സ്ക്വയറും ഒക്കെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു, എൻകോഡ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനി വായിക്കണ്ടേ? അത് വായിക്കണമെങ്കിൽ ഇപ്പം നിവിൻ പോളി എഴുതി വിട്ട ട്രയാങ്കിൾ സ്ക്വയറും കാണുമ്പോൾ ഐഷയ്ക്കും അത് ട്രയാങ്കിൾ സ്ക്വയർ മാത്രമായിട്ട് തോന്നാതെ ലെറ്റർ ആയിട്ട് തോന്നിയില്ലെങ്കിൽ കാര്യമില്ലല്ലോ, കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ലല്ലോ. അപ്പൊ അതെന്താന്ന് ആ സിനിമയ്ക്കകത്ത് കറക്റ്റ് ആയിട്ട് ഓരോ ഷേപ്പിനെയും വെട്ടി മുകളിൽ ഏതാ ലെറ്റർ എന്ന് എഴുതി എന്നിട്ട് ആ ലെറ്റർ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാണ് വായിക്കുന്നത്. അപ്പൊ അതുപോലാണ് ഡീകോഡിങ്. ഡീകോഡിങ് എന്ന് വെച്ചാൽ എന്താ, സിംപിളി കോംപ്രിഹെൻസിങ് ദി മെസ്സേജ്. എന്താണോ അതിനകത്തുള്ള ഉള്ളടക്കം അത് മനസ്സിലാക്കി അത് പറഞ്ഞ് ആ ഒരു മെസ്സേജ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ കോംപ്രിഹെൻസ് ചെയ്തെടുക്കുന്നതാണ് ഡീകോഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി റിസീവർ ആഫ്റ്റർ റിസീവിംഗ് ദി മെസ്സേജ് ഇന്ററപ്റ്റ്സ് ആൻഡ് ട്രൈസ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ ദി ബെസ്റ്റ് പോസിബിൾ മാനർ. ആ സിനിമയ്ക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓരോന്ന് വെട്ടി അത് നമ്മൾ ആ ലെറ്റേഴ്സ് പിന്നെ എഴുതി ലെറ്റേഴ്സ് ഒരുമിച്ച് വെച്ച് വായിച്ച് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാക്കിയതിന് ശേഷം അത് വായിച്ചു നോക്കുകയാണ്. അതാണ് സിംപ്ലി ഡീകോഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി പേഴ്സൺ ഹു റിസീവ്സ് ദി മെസ്സേജ് ഓർ symbols from the communicator tries to convert the same in such a way that so he may extract the meaning to his complete understanding best possible manner. ഏറ്റവും നല്ലപോലെ മനസ്സിലാവുന്ന രീതി, അയാൾക്ക് മനസ്സിലാവുന്ന ബെസ്റ്റ് രീതിയിൽ അതിനെ എൻകോഡ് ചെയ്ത് വെച്ചേക്കുന്ന സിമ്പിൾസിനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഡീകോഡ് ചെയ്തെടുക്കുന്നതിന് പറയുന്ന പേരാണ് ഡീകോഡിങ്. സിമ്പിളി പറഞ്ഞ അതേ ഉള്ളൂ. ഈ 2 പോയിന്റ്സ് എഴുതി വെച്ചുക. നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം. അപ്പം ഇതൊരാൾ 6 പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി, ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ ഈ ക്ലാസ് നല്ലതാണോ, ഞാനിപ്പോൾ പഠിപ്പിച്ച ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ, ഇതിപ്പം ഒരു 2-3 മണിക്കൂറിന് എടുക്കേണ്ട ടോപ്പിക്കാണ് ഈ സ്പീഡിൽ ഓടിച്ചിട്ട് പോകുന്നത്. റിവിഷൻ പോലെ നമ്മൾ ജസ്റ്റ് മോപ്പിംഗ് അപ്പ് പോലെ ഒന്ന് ഓടിച്ചിട്ട് പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവും. എസ് എഴുതേണ്ട കാര്യം എന്തായാലും ഇതിനകത്ത് നിന്ന് കിട്ടും. നമ്മൾ ഇത്ര നോക്കിയിട്ട് പോയാൽ അത്യാവശ്യം എസ് എഴുതാനുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ലാസ്റ്റ് നമ്മുടെ ഫീഡ്ബാക്ക് വെക്കാം. ഫീഡ്ബാക്ക് എന്താണ്? റെസ്പോൺസ് ഗിവൺ ബൈ ദി റിസീവർ ടു ദി സെൻഡർ. നമ്മൾ അവിടെ സെൻഡറിൽ നിന്ന് നേരെ മെസ്സേജ് വഴി എൻകോഡ് ചെയ്ത് ചാനൽ വഴി ഡീകോഡ് ചെയ്ത് നമ്മുടെ റിസീവറിലെത്തി. റിസീവറിന് തിരിച്ച് എന്താ അഭിപ്രായമൊന്നോ ഇല്ല എന്താ സംഭവം നമുക്ക് സെൻറ്ററിൽ എത്തിക്കണ്ടേ. നേരെ ഇത്രയും കറങ്ങി വന്ന സാധനം ഒറ്റയടിക്ക് നേരെ റിസീവറിൽ നിന്ന് എങ്ങോട്ട് പോവാ, സെന്ററിലോട്ട് പോവാ. ആ പോകുന്നതിന് പറയുന്ന പേരെന്താണ്? ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ഇസ് ദി റെസ്പോൺസ് ഗിവൺ ബൈ ദി റിസീവർ. റിസീവർ സെന്ററിലേക്ക് കൊടുക്കുന്ന റെസ്പോൺസിന് പറയുന്ന പേരാണ് എന്ത്? ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് 2 ടൈപ്പ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതിന് മുമ്പത്തെ നമ്മുടെ ഫീഡ്ബാക്കിന്റെ കുറച്ചൊരു നല്ലൊരു ഡെഫിനേഷൻ ഉണ്ട്. എന്താണ്? പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് ദി റിസീവർ ഹാസ് റിസീവ്ഡ് ദി മെസ്സേജ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദി ഇൻ ദി സെയിം സെൻസ് ഓഫ് ദി വാട്ട് ദി സെൻഡർ മെന്റ്. അതിപ്പം നമ്മൾ ഞാനിപ്പം പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് എന്താ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അതിന് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ സഹായിക്കും. അത് നമുക്ക് താഴത്തെ 2 പോയിന്റ്സിലൂടെ ക്ലിയർ ആക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇന്നത്തെ എൻ്റെ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായി, അല്ലെങ്കിൽ എന്താ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സുകൾ, ഇല്ല കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനകത്ത് വരുന്ന ഓരോരോ സ്റ്റെപ്സ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എന്താണ്, അപ്പൊ നിങ്ങൾക്ക് എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരും. എന്താണ്? ദി സെൻഡർ ക്യാൻ കണ്ടിന്യൂ ഹിസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദി സെയിം മാനർ ആസ് ബിഫോർ.
ഞാനിപ്പോൾ എടുത്ത ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി, ഇല്ലെങ്കിൽ ക്ലാസ് കൊള്ളായിരുന്നു സാറേ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജോ കമന്റോ ഒക്കെ ഇട്ടാൽ എനിക്ക് എന്താണ്, ഞാൻ എടുത്ത രീതി ഓക്കെയാണ്. ഞാൻ ഇങ്ങനെ തന്നെ എടുത്താൽ ഇനി അവർക്ക് മനസ്സിലാവും. അടുത്ത ക്ലാസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതി തന്നെ ഫോളോ ചെയ്താൽ മതി എന്നൊരു തോന്നൽ എനിക്ക് വരും. അതാണ് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക്. അതേസമയം നെഗറ്റീവ് ഫീഡ്ബാക്കോ, കമന്റ്സ് ഇടുന്നു സാർ എന്തോ പഠിപ്പിച്ചേ, എനിക്കൊന്നും ഒന്നും മനസ്സിലായില്ല, ചുമ്മാ സ്പീഡിൽ എന്തൊക്കെയോ പറഞ്ഞു പോയി എന്നൊക്കെയാ പറയുന്നെങ്കിലോ, ഞാൻ പറയുന്ന രീതി ശരിയല്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, ഞാൻ പഠിപ്പിക്കുന്ന ആ മാനർ അല്ലെങ്കിൽ ആ ഒരു ഇത് ചേഞ്ച് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ്റെ ആ പഠിപ്പിക്കുന്ന മാനർ ചേഞ്ച് ചെയ്യണം. അതാണ് അതിന്റെ എന്താ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. എന്താ, എന്റെ ക്ലാസ് മോശം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞാനത് ഇമ്പ്രൂവ് ചെയ്യും. അതുവഴി നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പം ഇതൊരു എന്താ പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞാണെങ്കിൽ പോലും നിങ്ങൾ അത് കമന്റ് സെക്ഷനിൽ പറയണം, എന്റെ ക്ലാസ് നല്ലതായിരുന്നു, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഉറപ്പായിട്ടും പറയുക. ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫീഡ്ബാക്ക്. അപ്പൊ നമ്മൾ എസ് എഴുതുമ്പോൾ ഇത് ഇത്രയും നിങ്ങൾ എലാബറേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞോണ്ട് പോയിന്റ് വൈസ് പോയിന്റ് ആദ്യം ഇത് എഴുതുക, പിന്നെ നേരെ എന്താ സെന്ററിലോട്ട് വരിക, അത് കഴിഞ്ഞ് മെസ്സേജ് പോവുക, അത് കഴിഞ്ഞ് എൻകോഡിങ് പോവുക, ചാനല്, റിസീവർ, ഡീകോഡിങ്, ഫീഡ്ബാക്ക്, ലാസ്റ്റ് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ്, അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞോട്ട് ആദ്യമേ നിങ്ങൾ ആ എല്ലാത്തിന്റെ ലിസ്റ്റ് എഴുതി, നേരത്തെ സെന്റർ റിസീവർ എന്ന് നമ്മൾ നേരെ താഴോട്ട് എഴുതത്തില്ലേ, അതിന്റെ ഒന്നെങ്കിൽ അതിന്റെ അടിയിൽ ഇത് ഈ ഫ്ലോ ചാർട്ട് റെപ്രസെന്റേഷൻ വരയ്ക്കുക. ഇത് വരയ്ക്കുന്നതിന് ഉദ്ദേശം എന്ന് വെച്ചാൽ എന്താ, നേരത്തെ പറഞ്ഞോട്ട് സ്പേസ് കളയുക. അത്യാവശ്യം നല്ല പോലെ വരച്ചു കഴിഞ്ഞാൽ, അല്ല സ്പേസ് ഇട്ട് വരച്ചു കഴിഞ്ഞാൽ അത്രയും സ്പേസ് കുറയും, സ്പേസ് പോവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇത് കാണുമ്പോൾ ടീച്ചറിന് വിചാരിക്കും ഇവൻ എന്തൊക്കെയോ അറിയാം, അത്യാവശ്യം പഠിച്ചിട്ടൊക്കെയോ വന്നൊരു തോന്നല്. നോക്കി ഒന്നുമില്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു 2 വട്ടം ഇട്ട് 2 വര ആരെയോ വരച്ചു കഴിഞ്ഞാൽ സംഭവമായി, അത്യാവശ്യം സ്പേസും നിറയും. പിന്നെന്താ, ഞാൻ പറഞ്ഞോട്ടെ ടീച്ചർ നോക്കുമ്പോൾ ഇവൻ എന്തെങ്കിലുമൊക്കെ അറിയാൻ പോകും. നോക്കിയേ, ഫസ്റ്റ് എന്താ, സെന്റർ മെസ്സേജിനെ എൻകോഡ് ചെയ്ത് എന്നിട്ട് ചാനൽ വഴി റിസീവറിലെത്തി. റിസീവർ എന്ത് ചെയ്തത്, ഡീകോഡ് ചെയ്ത്, എന്നിട്ട് റിസീവർ നേരെ അത് സെന്ററിലോട്ട് അയച്ചു. എന്ത് വഴി, ഫീഡ്ബാക്ക് ആയിട്ട് സെന്ററിലേക്ക് അയച്ചു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സിമ്പിൾ ആയിട്ട് ഒരു ഫ്ലോ ചാർട്ട് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാം. എനിക്ക് വേണമെങ്കിൽ ക്ലാസ് എടുക്കാൻ സിമ്പിൾ ആയിട്ട് ഒറ്റ ഫ്ലോ ചാർട്ട് വഴി നിങ്ങൾക്ക് ഫുള്ള് ക്ലാസ് എടുക്കാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് വരയ്ക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് പറ്റുമെങ്കിൽ അത്യാവശ്യം സമയമുണ്ട്, സ്പേസും ഉണ്ടെങ്കിൽ ഇതൊരു ഫ്ലോ ചാർട്ട് പോലെ, ഫ്ലോ ചാർട്ട് അല്ല, ഇത് നേരെ ഒരു താഴോട്ട് ആരോ ഇട്ട് ഇതേ പ്രോസസ്സ് തന്നെ, നമ്മളിപ്പോൾ റൗണ്ട് അടിച്ച് കാണിച്ച പ്രോസസ്സ് നേരെ താഴോട്ടായിട്ട് അതാ ഞാൻ പറഞ്ഞ നേരത്തെ ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ മുമ്പിൽ വരച്ചാൽ ലാസ്റ്റ് സമയമുണ്ട്, സ്പേസ് ഇനിയും കുറെ ബാക്കിയുണ്ട്, ഇതുകൂടെ അങ്ങോട്ട് എഴുതി വെക്കുക. എന്താ ഇത് തന്നെ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വേറെ ടാബുലർ കോളം പോലെ, അല്ല ടാബുലർ എന്താ ഇത്, ആരോ ഇട്ട് ആദ്യമേ എന്താ, ആദ്യം നമ്മളൊരു സെന്റർ മെസ്സേജ് അയക്കാൻ പ്ലാൻ ചെയ്യുന്നു, അത് മെസ്സേജ് എൻകോഡ് ചെയ്യുന്നു, അതിനുശേഷം അപ്രോപ്രിയേറ്റ് ചാനൽ തീരുമാനിക്കുന്നു എങ്ങനെ അയക്കണമെന്ന്, പിന്നെ സെന്റർ മെസ്സേജ് റിസീവ് ചെയ്യുന്നു, മെസ്സേജ് ഡീകോഡ് ചെയ്യുന്നു, ഫീഡ്ബാക്ക് അയക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ രീതിയിലും ഒരു ബോക്സ് പോലെ ഇങ്ങനെ വരച്ച് വെച്ചാൽ അതും ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും ഇത് മസ്റ്റ് ആണ്, ഇതെന്തായാലും നിങ്ങൾ വരയ്ക്കണം. പറ്റുമെങ്കിൽ ഇതുകൂടെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 15 മാർക്കിന്റെ എസ്സേയിൽ ഒരു നല്ല മാർക്ക്, എല്ലാവർക്കും അവർക്ക് ഇടുന്നതിന് ഒരു മാക്സിമം നല്ല മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞുകൊണ്ട് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഫീഡ്ബാക്ക് നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാം ഞാൻ മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഓക്കെ, ഇതിലും നമ്മൾ ഇനി കൂടുതൽ ക്ലാസ്സസും എല്ലാം വരുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ DHIC എക്സാം.